ഇവളിത് ഏത് ലോകത്താ? ഒന്ന് പിച്ചി നോക്കാം. ഓ, എന്നടി പട്ടി നിനക്ക്? ഓ, അപ്പൊ ചത്തിട്ടില്ല. ഞാൻ ഇവിടെ വായിട്ട് അലക്കുന്നത് ആരോടാ? ഹേ, രാവിലെ ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയതാ അവളുടെ ഒരു സ്വപ്നം കാണല്. അതിനിപ്പോ എന്താ? ഒന്നുമില്ല. എന്റെ നാത്തൂന്ന് അങ്ങോട്ട് നോക്കിക്കേ. ദേ മുറ്റത്തൊരു വയന നിന്നെ തന്നെ നോക്കിയിരിപ്പുണ്ട്. അയ്യേ, ഇങ്ങനെ നോക്കുന്നേ? ആ, അത് തന്നെയാ ഞാൻ ഇത്രയും നേരം എന്നോട് പറഞ്ഞേ. നീ കേക്കണ്ടേ? അനിക, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് നാളെ താൻ ക്ലാസ്സിൽ വരുമ്പോ പറയാം. ഇപ്പൊ പോക്കോ. എന്ത് കാര്യാവോ? ഇവളെന്താ കഴുത്തം ചൊറിഞ്ഞോണ്ടിരിക്കുന്നേ? ഇനി വല്ല ചൊറുത്തവളെയും കടിച്ചാ? എന്റെ കഴുത്തേക്കേറി ഉമ്മിച്ചതും പോരാ, ഒന്ന് നോക്കുന്നുണ്ടോന്ന് നോക്ക് കഷ്മളൻ. ഇങ്ങനെ കഴുതിക്കുട്ടി ഉമ്മിച്ചതാ, അല്ലെങ്കിൽ ആ ജാനുവാഹ പോലെയുള്ള ഇങ്ങനെ പിടിച്ച് വീഴുമ്പോ കല്ല് പോലെ നിൽക്കേണ്ടതല്ലേ? ഇത് കഴുത്തിക്കുട്ടി തന്നെയാ. കയറി ചോറിട്ട് തന്നെ കാര്യം. ഡോ, താൻ കഴുത്തിക്കുട്ടി എന്റെ മേലെ വീണതല്ലേടോ? ആണ്, അത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ വയല് പഴവതിരിച്ചതുപോലെ ഒന്നും അറിയാതെ ഇരിക്കുന്നത്. ആഹാ, രക്ഷണ നോക്കുന്നു. ഡോ, എനിക്ക് മനസ്സിലായി, തനിക്ക് മസിൽ ബിരിയാണി പോലത്തെ ബോഡി മാത്രമേ ഉള്ളൂ. ഇത്ര സുന്ദരിയായി എന്റെ കൂടെ കഴിയുമ്പോ തന്റെ കൺട്രോൾ ഒക്കെ പോകും. എനിക്കറിയാം കഷ്മൻ കാവാലികൾ. നീ ആരാണെന്നല്ലേ വിചാരം? എനിക്ക് ഈ സച്ചിനെ ശരിക്കും അറിയില്ല. ഒന്ന് താഴ്ന്നു വെച്ച് തലേക്കറി നിരങ്ങുന്നോ? നിന്നെ തൂക്കിയെടുത്തറിയാൻ എനിക്കറിയാൻ പാടില്ലട്ടല്ലോ. പിന്നെ താനെടുത്ത് തൂക്കിയെടുത്തറിയാനിക്കുമ്പോ ഞാൻ നിന്നറിയല്ലേ? ഒന്ന് പോടോ, തനിക്ക് ഞാനൊന്നും ശരിക്കും അറിയില്ല. ഇനി എന്താ അറിയാൻ അടുപ്പില്ലേ? എന്നെ തേച്ചിട്ട് എന്റെ കാശ് കൊണ്ടും വീണ്ടും വന്ന് എന്നെ കെട്ടിയതല്ലേ പുല്ലേന്. ഹലോ ഹലോ, ആര് കെട്ടിയെന്ന്? താനീ എന്നെയാണ് കെട്ടി, അല്ലാണ്ട് ഞാൻ തന്നെയല്ല. എനിക്ക് കെട്ടാനാണെങ്കിൽ നല്ലതിനെ നോക്കി കെട്ടിക്കൂടെ? തന്നെ പോയി മസിൽ പരിപാടി വെക്കുന്നതിനൊക്കെ കെട്ടണോ? പിന്നെ സ്വത്തിന്റെ കാര്യം അത് ഞാൻ പറഞ്ഞ കറക്റ്റാണ്. തന്നെ കെട്ടി 3-ന്റെ അന്ന് തന്റെ പ്രോട്ടീൻ ഷേക്കിൽ ജോലി ചേച്ചി പോലെ സൈനഡ് കലക്കി തന്നുകൊണ്ട് തന്റെ പേരിലുള്ള ഈ കണ്ട സ്വത്തൊക്കെ എന്റെ പേരിലാക്കി തന്റെ വിധവാ പെൻഷനും വാങ്ങി 500 പോലെ കാല് നീട്ടിണ്ടിരിക്കാൻ തന്നെയായിരുന്നു തീരുമാനം. പിന്നെ തന്റെ പിന്നിൽ നടക്കുന്ന തന്റെ മറ്റവളില്ലേ കൂർത്തി, അതിനെ ഞാനിവിടെ കൊണ്ടുവന്ന് ഇഷ ഇന്ന ഇട്ട അത്ര വരപ്പിക്കും ഞാൻ. അല്ലെങ്കിൽ എന്റെ പേര് തന്റെ പട്ടി കിട്ടും. എന്താണ് നോക്കുന്നേ? ഞാൻ തന്നെ ചെറിയ തന്നെ എന്നെ ചെറിയവനാണല്ലോ. തന്റെ ബോട്ടി ഞാൻ കാടി വെള്ളത്തിൽ കളിക്ക് പശുവിന് കൊടുക്കും. അല്ലേ എന്നോടാണ് കളി. ഓ, ജസ്റ്റ് മിസ്. അങ്ങനെ വലിച്ചൊട്ടിക്കാനാ ഭാഗ്യം. ചുമ്മാ ഇരുന്ന് അങ്ങനെ ചൊറിഞ്ഞപ്പോ എന്തൊരു മനസ്സിലോ. ഹാ, പൊട്ടനും പോയി മണ്ടനും പോയി പോട്ട് കിട്ടി. അല്ലേ സാ എന്താടി എല്ലാരും ഉണ്ടല്ലോ? എന്താ സംഭവം? അതോ, നാളെ ഇവിടെ പൂജ നടക്കാൻ പോവാ. എല്ലാ വർഷവും നടക്കാറുണ്ട് ഗണേശ പൂജ. അപ്പൊ അതിന്റെ ഡിസ്കഷൻ ആണ്. അപ്പോൾ തിരുമേനിയോട് കാലത്തെ തന്നെ വരാൻ പറഞ്ഞോളൂ. അധികം ആരും വേണ്ട. എല്ലാ വർഷത്തെയും പോലെ ചില ബന്ധുക്കൾ മാത്രം മതി. അവരെല്ലാം കമലാന്ന് വിളിച്ചോളൂ. അനു, സച്ചിനോട് നാളെ കമ്പനിയിൽ പോകണ്ടെന്ന് പറഞ്ഞോളൂ. കുടുംബത്തിലെ എല്ലാവരും ഇവിടെ ഉണ്ടാവണം. ശരി അച്ഛാ. മാലതിയെയും കീർത്തിയെയും വിളിക്കണം. ഓ, ആ തടയെ മോളെ സഹിക്കേണ്ടി വരുമല്ലോ. നിന്റെ തന്തക്ക് എന്തിന്റെ കേടാ? തമ്പുരാനറിയാം. മോളെ, അവനെവിടെ? ഓ, ചുമ്മാ കയറി ചൊറിയണ്ടായിരുന്നു. ഞാൻ ആ റൂമിലേക്ക് തന്നെയല്ലേ കിടക്കാൻ പോകേണ്ടത്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? മോളെ,
ആ ആ സച്ചു റൂമിലുണ്ട് കമലാമ്മേ. മോളവനെ സച്ചു എന്നാണല്ലേ വിളിക്ക? ആ അതെ. മോളങ്ങനെ വിളിക്കുമ്പോ അവനൊന്നും പറയില്ലേ? ഇല്ല, സച്ചു എന്ന് വിളിക്കുമ്പോ വിളി വെക്കും. എന്ത് ചോദിച്ചേ? അവനെ അവന്റെ അമ്മ മാത്രമായിരുന്നു അങ്ങനെ വിളിച്ചിരുന്നത്. പാർവതിയുടെ സച്ചു എന്നുള്ള ആ ഒരു വിളി മതിയായിരുന്നു. എവിടെയാണേലും അവൻ ഓടിയെത്തും. പാർവതി പോയ ശേഷം അവനെ അങ്ങനെ ആരും വിളിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. ആരെങ്കിലും അങ്ങനെ വിളിച്ച കൈ കെട്ടിയെടുത്ത് എറിയുമായിരുന്നു. മോളായിട്ട് അവനെ വിഷമിപ്പിക്കരുത്. അവന്റെ അമ്മ അത് പൊറുക്കില്ല. അവൻ എന്നെ വീട്ടിലൊന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മോളോടാ. അവന്റെ ഉള്ളിൽ കടലുള്ള സങ്കടമുണ്ട്. എല്ലാ ഒരു ദിവസം അവൻ തന്നെ മോളോട് പറയും. അന്നൊന്ന് ചേർത്ത് പിടിച്ചാ മതി. നിനക്ക് തോന്നുമ്പോ കയറി വരാൻ ഇത് നിന്റെ മാത്രം റൂമല്ല. നിനക്ക് തോന്നുമ്പോ വന്ന് കിടക്കാനാണെങ്കിൽ ഇവിടെ വേറെ റൂംസ് ഉണ്ട്, അവിടെ ആവാം. ഓ പിന്നെ സംസാരം കേട്ടാത്തത് ഞാൻ നേരം അങ്ങയുടെ നെഞ്ചത്താണ് കിടന്നത്. വാട്ട്? ഒന്നുമില്ല. നിന്ന് ജപിക്കാതെ ലൈറ്റ് ഓഫ് ആക്കടി. പേടിച്ചിട്ടൊന്നുമില്ല. രാത്രി ഇത് കുരുക്ഷേത്രത്തിന് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രം തന്നെ ഞാൻ വെറുതെ വിടുന്നു. അല്ലേ കാണാറുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എതിരെ നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കി പറയണം. ഓ ഒന്നുമില്ലേ, ബഹിരാകാശത്ത് ആലിപ്പഴം വീടോന്ന് ഞാൻ എന്നോട് എന്നെ ചോദിച്ചതാണേ. ഇവിടെ പൂജ നടക്കുമ്പോ ഇങ്ങേറ്റത് എങ്ങോട്ടാ കെട്ടിയൊരുങ്ങി? അതെ, ഇവിടെ ഇന്ന് എന്താ പൂജയാണത്രേ. കുടുംബത്തിന്റെ എല്ലാവരും വേണമെന്നാ പറഞ്ഞേ. അതുകൊണ്ട് താൻ ഇന്ന് പോവണ്ട. എന്നോട് പോണ്ടെന്ന് പറയാൻ നീ ആരാടി? തന്റെ ഞാനും കൺട്രോൾ യുവർ സെൽഫ്. അയ്യോ, അത് പറയാൻ അടിയനാരുമില്ലെന്നറിയാമേ. ഇത് അങ്ങയുടെ ശ്രീമൻ അച്ഛൻ തിരുമേനി പറഞ്ഞതാ. വീണെ കേട്ടാ മതി. താൻ ഓഫീസിൽ പോവാതിരിക്കേ എന്തേലും ചെയ്യും. അല്ലേ, അങ്ങേർക്ക് മാത്രമേ ഉള്ളൂ ഓഫീസ്. മര്യാദക്ക് പറഞ്ഞപ്പോ ഞാൻ ആരാണെന്ന്. എന്നോട് ഞാൻ ആരാണെന്ന് ചോദിക്കാൻ നീ ആരാഹേ? അതിനാര് ചോദിച്ചു? നിന്റെ തന്ത. വഴിയിലൂടെ പോകുന്നവർ വരെ തന്തക്ക് വെക്കാൻ തുടങ്ങിയല്ലോ ഈശ്വര. ആ, നിങ്ങൾ റെഡിയായോ? എന്നാ വേഗം താഴേക്ക് വാ, പൂജ തുടങ്ങാൻ സമയമായി. എന്നാ വാനുമോളെ, വാകെ താഴെ ചെന്നിട്ട്. രണ്ടുപേരും പൂജാമുറിയിൽ പോയി തൊഴുത് പ്രസാദം തൊട്ട് വരിക. ഞാനൊരു ഈശ്വരവാദിയാടി. എനിക്ക് പിന്നെ ഭയങ്കര വിശ്വാസമാണല്ലോ. എല്ലാരും കാണിക്കാൻ വേണ്ടി ഒരു ഷോ ഇറക്കിയാ മതി. അമ്മേ ദേവി കാത്തോളമേ. ഓ, ഇവളിത് കൊള്ളമാക്കും. ഗണപതിയെ നോക്കിയാണോടി അമ്മയെ ദേവിന്ന് വിളിക്കുന്നേ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലായിടത്തും ജെൻഡർ ഈക്വാലിറ്റി നിർബന്ധമാണ്. എന്റെ ആഞ്ജനേയ സ്വാമി ശരണം അയ്യപ്പോ. എന്റെ ഈശ്വര, കണ്ട അണ്ടനെയും മണ്ടനെയും ഉണ്ടാക്കുന്ന നേരം ആ പോയ സാധനത്തിന് ഇത്തിരി ബുദ്ധി കൊടുക്കായിരുന്നില്ലേ? ഓ വന്നോ പാഷാത്തി കൃമികൾ. ഓ പിന്നെ ഇവൾ ആര് പുച്ഛത്തിന്റെ ഹോൾസെയിൽ ഡീലറോ? ശവം. സച്ചിന്റെ ചോരം പോലും ഊറ്റി കുടിക്കുന്ന പണ്ടാരം കാണിച്ചു തരാടി. എന്താ സച്ചു ഇത്ര നേരം വൈകിയത്? ഞാൻ എത്ര നേരം നോക്കിയിരിക്കുന്നു അറിയോ? ഇത് ശാശ്വത എന്ത് പറ്റി? രാവിലെ ചോട്ടത്തില് പോയതാണല്ലോ. വാ സച്ചു, പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്ക സച്ചു. സച്ചുവിന്റെ മാത്രം അനുവിന് നല്ലത് മാത്രം വരണേന്നും ഏത് തെണ്ടികൾ വിചാരിച്ചാലും നമ്മൾ തമ്മിലുള്ള സ്നേഹം വെറുപ്പായി മാറരുതെന്നും പ്രാർത്ഥിക്കും. സച്ചുവിനെ ഞാൻ പ്രസാദം തൊട്ട് തരാമേ. ഷോ, ഇങ്ങനെ നോക്കാതെ സച്ചു. ദേവിയെ പണി പാളിയോ? ഈ കൊന്നത്തിന്റെ നെറ്റിയിലാണ് എങ്ങനെ പ്രസാദം തൊടാനാ? വെറുതെ വായി നോക്കി നടക്കുന്ന നേരത്ത് തൂങ്ങിയാ മതിയായിരുന്നു. ഈ കാലം ഒന്ന് കുഞ്ഞാ മോളെ കോപ്പ്. ഷോ, കയ്യിലൊന്നും വെക്കാതെ സച്ചു. കഴിഞ്ഞോ? ആ കഴിഞ്ഞു. മായേ, നീ ഈ കർപ്പൂരം പൂജാമുറിയിൽ കൊണ്ടുവച്ചേ. പിന്നെ അനുമോളെ, ആ ഇരിക്കുന്ന തുളസിമാല ആ ചുമരിലൊന്ന് തൂക്കണേ. ഓ, ഈ ഹൈറ്റില്ലാതെ എന്നെ കൊണ്ട് തന്നെ ഇതൊക്കെ തൂക്കിപ്പിക്കണം. ആ ഓക്കെ അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. ബൈ.
ഇവളിത് എവിടെ പോയി? പറഞ്ഞ പോലെ ഞാൻ എന്തിനാ ഇപ്പൊ അവളെ നോക്കുന്നേ? എവിടെയെങ്കിലും പോട്ടെ. ഇത് കീർത്തിയുടെ ചേട്ടനല്ലേ? ഇനി മേലാൽ ഇല്ല, ഇനി ഒരിക്കലും ചെയ്യില്ല സാർ. എന്താണ് തനിക്ക്? മര്യാദക്ക് അവിടെ പണി ചെയ്തോണ്ടിരുന്ന എന്നെ പിടിച്ച് വീഴ്ത്താൻ നോക്കിയതും പോരാ, എന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് തള്ളിയിട്ടിരിക്കുന്നു. താൻ എന്നെ നോക്കി പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഞാൻ പേടിക്കില്ല. എന്നെ എന്തേലും ചെയ്താ ഞാൻ ഒറ്റവെക്കും. ഇതും മര്യാദ കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇത് കൊടുത്താ മതി. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ നടക്കാം. എന്റെ പേരുകൂത്തി താലി നിന്റെ കഴുത്തിൽ ഇല്ലാത്തപ്പോൾ മാത്രം. ഇനി അങ്ങേരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഏത് നേരത്താണാവോ എനിക്ക് ഇതൊക്കെ ചെത്തി നടക്കാൻ തോന്നിയത്? എന്താടി നീ എന്താണ് പതിയെ സംസാരിക്കുന്നേ? പൂജ സമയത്ത് പൂജാരി അല്ലാണ്ട് വേറെ ആരും വായ തുറക്കരുത്. അഥവാ തുറന്നുറക്കെ സംസാരിച്ച ഇവിടത്തെ രാജപിതാവ് നാഗവിലനാകും. നീ സച്ചുനെ കണ്ടോ? നീ വരുന്നതിന് മുന്നേ എങ്ങോട്ടോ ഉറഞ്ഞതുള്ളി പോകുന്നുണ്ടായിരുന്നു. അത് കണ്ട് ആ കൂർത്തി വന്ന് എങ്ങോട്ടാന്ന് ചോദിച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. അവളെ തുറച്ചു നോക്കി ഇംഗ്ലീഷ് കണ്ട് തെറിയും വിളിച്ച് അങ്ങനെ പോയി. ഒലിപ്പിക്കാൻ ചെന്ന കൂർത്തിയുടെ മോന്ത നീ ഒന്ന് കാണണോർന്നു. മായേ, ഇനി എന്താ നിനക്ക്? അതേ, ഈ പൂജ ചെയ്യുമ്പോ എന്തിനാ മണി അടിക്കുന്നേ? എന്നാ ഇനി നിന്നിട്ടടിക്കാം. അല്ലേ, ഓരോ കൊനിഷ്ഠ ചോദ്യങ്ങളായിട്ട് വന്നോളൂ. മര്യാദക്ക് വാഴച്ച് അങ്ങോട്ട് നോക്കി നിൽക്കി, അല്ലെങ്കിൽ അച്ഛനെ പൂറന്ന് തുള്ളി വരും. ഓ ഇതെപ്പോഴാ കഴിയാ? ആകെ ഒരു പുകമയം. സൈക്കിൾ അഗർബത്തിയാണെന്ന് തോന്നുന്നു. ചന്ദനത്തിലേക്ക് ആരെ സൈക്കിളെന്ന് വരട്ടെ. ആനപ്പിണ്ണ കൊണ്ടല്ലേ ചന്ദനത്തിൽ ഉണ്ടാക്ക? ചാണകം കൊണ്ട് ഉണ്ടാക്കിക്കൂടെ? മായോട് ചോദിച്ചാലോ? ഓ വേണ്ട, അവള് വല്ലതും പറയുന്നേ. ചച്ച വന്നാൽ അവനോട് ചോദിക്കാം. അതാണ് ഇംഗ്ലീഷിൽ തെറി മാത്രമേ ഉണ്ടാവൂ. അനുമോളെ, ശരിക്കും നമ്മൾ മണി അടിക്കുക അല്ലല്ലോ ചെയ്യുന്നേ, മണി ഇളക്കുക അല്ലേ? മണി അടിക്കുക എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് അടിക്കുന്നതല്ലേ? എന്നിട്ട് പറയുന്നതോ മണിയടിയെന്ന്. എന്താല്ലേ ശാസ്ത്രത്തിന്റെ പോക്ക്? ഇവളെന്നെക്കാളെന്താ പറയാ? നീ ഇത് എവിടെയാണ് സച്ചിൻ? നീ അവിടുന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയെന്ന് കമലമ്മ പറഞ്ഞു. വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. നീ എവിടെയാണ്? അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല, വെച്ചിട്ട് പോടാ. കമലാമ്മേ, സച്ചി വന്നോ? ഇല്ലല്ലോ മോളെ, അവനെ ഇനി വൈകി നോക്കിയാൽ മതി. എന്തോ ദേഷ്യ മുഖത്തുണ്ടായിരുന്നു ഇവിടെ നിന്ന് പോകുമ്പോൾ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവൻ ലേറ്റായാണ് കയറി വരാറ്. മോളെ, നിന്നെ ആരോ കാണാൻ വന്നിട്ടുണ്ട്. എന്നെയോ? എന്നെ ഈ നേരത്ത്? ദൈവമേ, ഇയാളെന്താ ഇവിടെ? എന്റെ അനുമോളെ, സംഗതി അസ്ഥിക്ക് പിടിച്ചെന്നാ തോന്നുന്നേ. നീ ചെല്ല്, ഞാൻ ഇവിടെ തന്നെ കാണും. ജീവേട്ടാ, എന്താ ഇവിടെ? അത് തന്നെ ഇന്ന് കോളേജിൽ കണ്ടില്ലല്ലോ, അതാ ഞാൻ അന്വേഷിച്ചു വന്നത്. അത് ഇവിടെ ഒരു പൂജ ഉണ്ടായിരുന്നു, അതാ പറയാൻ പറ്റാനെ. ആ, ഞാനൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ ഇന്ന്? മറന്നോ? ഏയ്, മറന്നിട്ടില്ല. ബെസ്റ്റ്, പൂർത്തിയായി. ഒരു ശവപ്പെട്ടി ഓർഡർ ചെയ്യേണ്ടി വരും. അയ്യോ സച്ചു, ഓ ഈ കാലമട എന്തോന്നിത്? പറഞ്ഞിട്ടും തീരണില്ലല്ലോ. ഭരണിപ്പേട്ട നടത്താൻ പോലത്തെ സ്ഥലം. നാളെ വരുമ്പോ ഞാൻ പറയാം ആ കാര്യം. താൻ വരാതിരിക്കരുത്. ഇല്ല ചേട്ടാ, ഉറപ്പായും വരും. ശരി എന്നാ, ഓക്കെ, ഗുഡ് നൈറ്റ്, സീ യു.
ഗുഡ് നൈറ്റ്. ഓ ഒന്ന് പോയി തരോ? ആരാടി ആ പോയേ? അത് തന്നോട് എന്തിനാ പറയണേ? ചോദിക്കാൻ വന്നേക്കണം. എന്നോട് ചോദിച്ചത് കേട്ടില്ലേ? പാതിരാത്രി വീട്ടിൽ വന്ന് നിന്നെ കാണാമത് ആരടിയത്? ഏത് മറ്റവനടിയത്? ആ മറ്റവൻ തന്നെയാ. അതിന് തനിക്കെന്താടോ? താൻ എപ്പോഴും തന്റെ ഐശ്വര്യ മനസ്സിലോടെ നിന്ന് എന്നെ ചതിക്കുമല്ലോ. ഞാൻ ആരെ കൂടി പോയാൽ തനിക്കെന്താ? അവളെ പറ്റി ഇപ്പൊ ഇവിടെ പറയാൻ ആരടി പറഞ്ഞേ? ഓ ഫസ്റ്റ് ലവിനെ പറ്റി പറഞ്ഞപ്പോ പൊള്ളുന്നു. അവളുടെ പേര് നീ വീട്ടിൽ പറഞ്ഞ? പറയും പറയും. ഐശു കുശു കുശു. എന്നെ ഓർത്തിയതുവരെ ഇങ്ങരുടെ കണ്ണ് നിറഞ്ഞിട്ടില്ല. ആ പരട്ടയുടെ പേര് കേട്ടത് കണ്ണീന്ന് പൂവും കണ്ണീര് വീഴുന്നു. അനു നീ വിഷമിക്കണ്ട. അല്ലേലും എനിക്കെന്ത് വിഷമം? ഈ സ്നേഹം എന്ന് പറയുന്നത് വാശി പിടിച്ച് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. എടാ സച്ചി, നീ ഫുൾ ടൈം ഈ വർക്ക് ലോഡും തലയിൽ വെച്ചുകൊണ്ട് നടന്നു. അവസാനം നിന്റെ പെണ്ണെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകണ്ടിരുന്നാ മതി. എന്റെ പെണ്ണോ? ആ അനു, അല്ലാണ്ടാരാ? അവളായി അവളുടെ പാടായി. അതൊന്നും എന്നെ ബോധറിയുന്ന കാര്യമല്ല. ഓ ഓക്കെ. അപ്പൊ പിന്നെ ഈ പിക്ക് കണ്ടാലും നിനക്ക് കുഴപ്പമുണ്ടാവില്ലല്ലോ. കീർത്തി സെൻഡ് ചെയ്ത് തന്നതാ എനിക്ക്. നിനക്ക് വേണ്ടെങ്കിലും കുറച്ചു ദിവസം കൊണ്ട് അനുമോൾ എനിക്ക് മായയെ പോലെയാ. അവൾക്കൊരു പ്രോബ്ലം ഉണ്ടാവുന്നതന്നെ എനിക്കുള്ളൂ. എന്താ കാണണോ നിനക്ക്? സാർ, ഇവർ തമ്മിൽ ഡേറ്റിംഗിലാണ്. കോളേജിൽ ഇവരെ അരുതാത്ത സീനിൽ കണ്ടവരാണ്. മേലെ വായി തോന്നുന്നത് വിളിച്ചിറങ്ങിക്കരുത്, അതും എന്റെ മുന്നിൽ. ഗെറ്റ് ഔട്ട്. ഓ ദൈവമായിരുന്നു പണ്ടാര കാലൻ. ഇത് അത് തന്നെ പ്രേമം. പേടിപ്പിക്കാതെ പോടി. കുറച്ച് വായി നോക്കുന്നല്ലാതെ ഞാനൊരു പാവോടി. ആ എല്ലാം മോളായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ. ഈ കോളേജിൽ ഒരു ദേവേന്ദ്രനും ഇല്ല ജീവേട്ടന്റെ മുകളിൽ നിൽക്കാൻ. ഭഗവതി, ഇത് അത് തന്നെ. എന്നോട് ഇഷ്ടം പറയാൻ വരുന്ന വരവ. ആ ഫേസ് കണ്ടറിയാം. ഇവനെന്തെവിടെ? ആ ഓ ഇതെന്റെ സൂപ്പർ സീനിയറാണ് ജീവ. ഓഹോ, അപ്പൊ ഇവനാണ് ആ അലവലാതി. ആൻഡ് ഇത് എന്റെ അകന്ന ഒരു ബന്ധു. വാട്ട്? അനിക മോളു, നമ്മളുടെ മൂവി പ്ലാൻസ് മറക്കണ്ട. ഏത് മൂവിയാണ് നമ്മൾക്ക് കാണേണ്ടത്? ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അത് ഈ മോണ്ടയുടെ എന്തൊക്കെയാണ് പറയണേ? എക്സ്ക്യൂസ് മീ മിസ്റ്റർ, ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങളൊന്ന് പോയി തരോ? അനിയ, ഇത് അത്ര കളിച്ചണ്ടാണോ? അല്ലല്ലോ. നീ പറ. നീ റിപ്ലൈ തരുന്ന പോലെ ഞാൻ കേൾക്കും. നീ റിപ്ലൈ കൊടുക്കോ? അയ്യോ, ഇപ്പൊ രാഹു മാറി ശനിയായി. അതുകൊണ്ട് ഇന്നിനി പറയാൻ പാടില്ല. ഓക്കെ ഓക്കെ, എന്നാൽ നാളെ റിപ്ലൈ തന്നാ മതി. അവന്റെ ഒരു റിപ്ലൈ ഇറങ്ങി പോടാ പറ്റി. ഡി, ഇവനല്ലേ അന്ന് വീട്ടിൽ വന്നത്? ആ ജീവേട്ടൻ ചേട്ടൻ സൂപ്പർ സീനിയറാണ്. ഏത് ചോട്ടനായാലും ഒരുപാട് കേറി നീ ഉണ്ടാക്കണ്ട കേട്ടോടി. നിനക്കെന്താ കോളേജിൽ വന്ന് സീൻ ഉണ്ടാക്കാൻ പോണോ നീ? ആ സീൻ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കും. അത് നീ സച്ചിനാരെയും പേടിയില്ല. ഓ എന്റെ സച്ചു ഒന്ന് പതുക്കെ. എന്റെ ചേട്ടനാ ഒന്നുമില്ല. നീ ഇവിടെ നിക്ക്, എനിക്ക് അവനോടൊരു കാര്യം പറയാനുണ്ട്. നീ ഏതാണ് ആലവനാതി? നീ ഏതാണ് കോപ്പേ?